ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യൻ മാത്രമല്ല, മറ്റെല്ലാ മൃഗങ്ങളിലും അവരവരുടെ ഇണയെ കണ്ടുപിടിക്കുകയും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ സെക്ഷുവലായിട്ടുള്ള റിലേഷൻഷിപ്സിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യർക്ക് ആദ്യകാലം തൊട്ടേ തന്നെ മനുഷ്യർക്ക് കൗണ്ട്ലെസ് ആണ്. അതായത് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ എപ്പോഴും തന്നെ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ സെക്ഷുവൽ പ്ലഷർ അതേപോലെ കിട്ടുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് വളരെ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷുവൽ റിലേഷൻഷിപ്സിൽ തന്നെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഉയരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫീമെയിൽസ് ഓർഗാസം, അല്ലെങ്കിൽ ഫീമെയിലിന് കിട്ടുന്ന ഓർഗാസത്തിൻ്റെ ലെവൽ എങ്ങനെ മനസ്സിലാക്കാം. ഒരു പുരുഷനെ സംബന്ധിച്ച് തൻ്റെ ഇണയ്ക്ക് ലഭിക്കുന്ന ആ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്സിൽ കിട്ടുന്ന ഓർഗാസത്തിൻ്റെ ലെവൽ, അല്ലെങ്കിൽ അവർക്ക് ഓർഗാസം കിട്ടിയോ, തൻ്റെ പാർട്ട്ണറിന് ഓർഗാസം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള രീതിക്കാണ് ഒരുപാട് കാലങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാർട്ട്ണറിന് എങ്ങനെ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്സിൽ അവർക്ക് ഓർഗാസം കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു റിലേഷൻഷിപ്സിലും അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർകോഴ്സ് നടത്തുന്ന സമയത്ത് പാർട്ട്ണറിന് സെക്ഷുവലായിട്ടുള്ള പ്രഷർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തും ചെസ്റ്റിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ, സ്ത്രീകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, മുഖത്തും ചെസ്റ്റിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ വളരെയധികം ഫ്ലഷ് ചെയ്ത് വരും. വളരെയധികം എന്താ പറയുക, ഒരു റെഡിഷ് ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ശരീരം മുഴുവൻ നന്നായിട്ട് ഹാർട്ട് റേറ്റ് കൂടി നിൽക്കുന്നൊരു സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ബ്ലഡ് ഫ്ലോ വളരെ കൂടുതലായിരിക്കും സ്ത്രീകളിലും പുരുഷന്മാരിലും. എന്നാൽ സ്ത്രീകളിൽ മുഖത്തും ചെസ്റ്റിൻ്റെ ഭാഗങ്ങളിലും കൈകളിലുമൊക്കെ വളരെയധികം റെഡിഷ് ഷെയ്ഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് അവർക്ക് ഓർഗാസം എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെയധികം ഹെഡ് റേറ്റ് കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർ സെക്ഷൽ പ്രഷർ അവർക്കായി എന്നറിയിക്കാനായിട്ട് പലതരത്തിലുള്ള ശബ്ദങ്ങൾ അവർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ശബ്ദങ്ങളിൽ തന്നെ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേക്ക് ആയിട്ടുള്ളൊരു ഓർഗാസം എനിക്ക് എത്തി എന്ന് തൻ്റെ പാർട്ട്ണറിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെയധികം ഒരു നല്ലൊരു പ്രാക്ടീസ് അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്നില്ലാത്തൊരു കാര്യം എന്തിനാണ് എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ പാർട്ട്ണറിനെ കാണിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്, ഏതായാലും കിട്ടി, എൻ്റെ പാർട്ട്ണറിന് ഓർഗാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അസംഷൻ, അതിലാണ് അവർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാക്കാതിരിക്കുക, എപ്പോഴും ജെന്യുവൻ ആയിട്ടിരിക്കുക. സെക്ഷുവൽ റിലേഷൻഷിപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ജെന്യുവൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, എങ്ങനെ ഫീമെയിൽസിൻ്റെ ഒരു ഓർഗാസം മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ആണ്. അതായത് അവരുടെ ശരീരം മുഴുവൻ മസിൽസ് മുഴുവൻ വലിഞ്ഞു മുറുകുകയും അതേപോലെ തന്നെ റിലീസ് ആവുകയും ചെയ്യും. ഒരേ സമയത്ത് തന്നെ ഈ ഒരു കോൺട്രാക്ഷനും അതേപോലെ തന്നെ റിലീസും ഒരേപോലെ നടക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെൻറ്റ്സും വളരെ മില്ലി സെക്കൻഡ്സിലൊക്കെ ഭയങ്കരമായിട്ട് അവർ മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ, അവരുടെ ആ ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു ആക്ഷൻസൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഫീമെയിൽ ഓർഗാസം കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലിറ്റോറൽ കോൺട്രാക്ഷനാണ്. അതായത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ സ്ത്രീകളിലെ ലൈംഗിക അവയവത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഭാഗമാണ് ക്ലിറ്റോറസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലിറ്റോറസിൻ്റെ വളരെ അധികമുള്ളൊരു ഒരു എന്താ പറയുക, ഒരു തരിപ്പ് എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ഫീലിംഗ് അവിടെ വളരെയധികം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരം വേണം ഈ ഇൻ്റർകോഴ്സ് നടത്തുന്നതിൻ്റെ സമയം, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നിർത്തേണ്ടത്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ മെയിൽ പാർട്ട്നേഴ്സിനോട് ഫീമെയിൽസ് എപ്പോഴും ഷെയർ ചെയ്താൽ മാത്രമേ നല്ലൊരു ഓർഗാസം അല്ലെങ്കിൽ നല്ലൊരു സെക്ഷുവൽ ലൈഫ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ഇതൊരു കോംപ്ലിക്കേറ്റഡ് വണ്ണ് കൂടിയാണ്. അതായത് സ്ത്രീകളിലെ ഓർഗാസം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ നല്ലൊരു കോൺവെർസേഷൻ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് മൊത്തത്തിലുള്ളൊരു റെഡിഷ് ഷെയ്ഡ്, പിന്നെ വളരെയധികം ഹാർട്ട് റേറ്റ് കൂടുന്നത്, ക്ലിറ്റോറസിൻ്റെ കോൺട്രാക്ഷൻ മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇൻവോളണ്ടറി ആയിട്ടുള്ള വളരെയധികം മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാർട്ട്ണറിന് ഓർഗാസം ലഭിക്കുന്നുണ്ട് എന്നുള്ളത്.
എന്നാൽ ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സെക്ഷുവൽ റിലേഷൻഷിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും തീരുമ്പോഴും നമ്മുടെ പാർട്ട്ണറിനോട് ഓപ്പണായിട്ട് സംസാരിക്കുക. ഇനിയും എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിലേക്ക് നമ്മുടെ റിലേഷൻഷിപ്സിലെ ഒരു അഡ്വാൻറ്റേജ് എടുക്കണോ എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുക. അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് നിങ്ങൾ മറ്റൊരു രീതിക്ക് എടുക്കരുത്. ഞാൻ പറഞ്ഞത് ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്സിൽ 2 ഇണകൾക്കിടയിൽ നടക്കുന്ന അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്കത് തീരുമാനിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് പ്ലഷർ കുറച്ചും കൂടെ കിട്ടുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും ഇത് പലതാണ്. ഓർഗാസം എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് മാത്രം ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന രീതിക്ക് നമുക്ക് മറ്റൊരു സ്ത്രീയിലേക്ക് പോയിട്ട് അവിടെയും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ സ്ത്രീകൾക്കും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ഒരാൾക്ക് കിട്ടുന്ന രീതിക്കായിരിക്കില്ല മറ്റേയാൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും കോൺവെർസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ബന്ധം ഇണകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം, എപ്പോഴും എന്ത് കാര്യം ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ നല്ല രീതിക്ക് തന്നെ ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സും അല്ലെങ്കിൽ സെക്ഷൽ ലൈഫും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്ത്രീകളിൽ നമ്മുടെ ഇണയ്ക്ക് ഇത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഓർഗാസം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് കാണാം. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ പ്യുവറായിട്ടും നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു സെൻസിലെടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.